ചണ്ടിക്കൂമ്പാരത്തിനകത്ത് നിന്ന് കല്ല് ജീവിപ്പിക്കുമെന്നുള്ളൊരു ദൈവിക വെളിപ്പാട് നീ ആത്മീയോഗത്തോടെ കാണുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എന്തൊക്കെ പ്രതികൂലമായിരുന്നാലും ദൈവം നീ കാണുന്നതിനെ പൂർത്തീകരിച്ച് 52 ദിവസം കൊണ്ട് നിന്റെ മുമ്പിൽ തെളിയിച്ചു തരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ ദൈവശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. തികഞ്ഞ പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. നമുക്കറിയാം, ഒരു ദുഃഖത്തിൽ കേട്ട ചില വാർത്തകളുടെ മധ്യത്തിൽ കുറേ നാൾ ദുഃഖിച്ചും കരഞ്ഞും ഉപവസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു ദൈവമനുഷ്യനോട് നിയോഗത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ വെക്കാൻ ദൈവം പറയുകയും ആ സ്റ്റെപ്പുകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ എതിരെ വന്ന പ്രതികൂലങ്ങളെ ആത്മാവ് തരുന്ന അധികാരം ഉപയോഗിച്ച് അതിനെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നതുമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ തകർച്ചകൾ കടന്നു വന്നു എന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തതുകൊണ്ടാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത റൂട്ടിൽ ഞാനും നിങ്ങളും പോയാൽ എന്നിൽ നിന്നും നിങ്ങളിൽ ദൈവം എടുത്തു മാറ്റി തൻ്റെ സാന്നിധ്യമാണ്. തൻ്റെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് പ്രിയ ദൈവമക്കളെ പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവനിയോഗത്തോടുകൂടെ യാക്കോബ് 20 വർഷത്തിന് ശേഷം ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു ഇസ്രായേലിലേക്ക് തിരിച്ച് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ യാക്കോബ് ഓടിപ്പോയെന്ന് 3-ാം ദിവസം അറിഞ്ഞ ലാബാൻ 7 ദിവസം പിന്തുടരുന്ന നമുക്ക് കാണാൻ കഴിയും. ലാബാൻ പിന്തുടർന്ന് യാക്കോബ് അറിഞ്ഞോ? ഇല്ലേ ഇല്ല. എന്നാൽ പിന്തുടർന്ന ലാബാനെ ദൈവം 7-ാം ദിവസം കൈകാര്യം ചെയ്തു. ഒരു സ്വപ്നത്തിലൂടെ, തൊട്ടുപോകരുത് എൻ്റെ മകനാ, ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. കൊല്ലാൻ വന്നവനെ ആലിംഗനം ചെയ്തിട്ട് തിരിച്ചുപോയി. അടുത്തത് ഏശാവിൻ്റെ പ്രതികൂലമാണ്. 2ാമത്തെ പ്രതികൂലം. അത് പുറകിലൂടെ അല്ല വരുന്നത്, അത് മുമ്പിലൂടെ വരുന്നത്. മുമ്പിലൂടെ വരുന്നത് ദൈവം നമുക്ക് കാണിച്ചു തരും കേട്ടോ. യെസ്, ആ സമയത്ത് നീ എന്ത് ചെയ്യണം? സകലതിനെയും മാറ്റി നിർത്തിയിട്ട് ഏകാന്തമായിട്ട് കർത്താവുമായിട്ടൊരു മൽപ്പിടുത്തത്തിലേക്കൊന്ന് വരണം. അതിനകത്ത് നീ ചിലത് സമ്മതിക്കണം. കർത്താവെ, ഒരു വടിയോടുകൂടെയാ ഞാൻ യോർദാൻ കടന്നത്, പക്ഷേ ഇന്ന് 2 കൂട്ടമാകാൻ കാരണം അങ്ങാണ്. ആമേൻ. ഇപ്പോൾ കടന്നു വന്ന പ്രതിസന്ധിക്കകത്ത് എന്നെ വിടുവിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തയ്യാറായാൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു നന്മ ദൈവം തന്നു മാനിക്കും. അതെ, യാക്കോബിൻ്റെ അഡ്രസ്സിനെ ദൈവം ചേഞ്ച് ചെയ്തു. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്നുള്ള ആ വിളി കിട്ടിയപ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു എന്നൊരു പദം നമുക്ക് കാണാൻ കഴിയും. അതൊരു സൈനാണ് കേട്ടോ. നിന്റെ ലൈഫിനകത്ത് ഇതുപോലെ ചില സൈനുകൾ ദൈവം തരാൻ പോവാ. ചില സൈനുകൾ ദൈവം തരാൻ പോവാ. അസ്തമിച്ചു പോയ സൂര്യൻ, ഹല്ലേലൂയ, ബഥേലിൽ അസ്തമിച്ചെന്ന വായിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു അല്ലേ? പക്ഷെ ഇവിടെ പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് വായിക്കുന്നു. ഇന്നലകളിൽ അസ്തമിച്ചു പോയത് എനിക്ക് ആത്മനിയോഗത്തോടെ പറയാൻ കഴിയുന്നുണ്ട്. ഇന്നലകളിൽ അസ്തമിച്ചു പോയ ചിലത് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം വീണ്ടും ഉദിപ്പിക്കാൻ പോകുകയാണ്. അസ്തമിച്ചു പോയ ആ നന്മകളുടെ വഴികൾ, അസ്തമിച്ചു പോയ ഭാവിയുടെ വഴികൾ, അസ്തമിച്ചു പോയ ആ ദൈവിക കരുതലിൻ്റെ വഴികൾ ഈ നാളുകളിൽ ദൈവം വീണ്ടും നിന്റെ കണ്ണിന് മുമ്പിൽ തുറന്നു തരാൻ പോവാ. നിന്നെ കൊല്ലാനായിട്ട് വരുന്നുണ്ട് ഏശാവ് 20 വർഷത്തെ പകയുമായിട്ട്. പക്ഷേ ദൈവം നിനക്ക് തുറന്നു തന്നിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ആത്മീക അറ്റ്മോസ്ഫിയറിനകത്തേക്ക് അവൻ കയറുമ്പോൾ തന്നെ അവൻ്റെ മൈൻഡ് തിരിയാൻ പോവാ. കൊല്ലാനുള്ള വാശിയോടെ വരുന്നവൻ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ വഴിക്ക് പോകത്തക്ക വിധത്തിൽ അവിടെയും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. 2 വിഷയം ഞാൻ പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചോ? ഒന്ന്, അവൻ അറിയാതെ വന്നതിനെ ദൈവം കൈകാര്യം ചെയ്തു. പക്ഷെ അവൻ അറിഞ്ഞിട്ട് വന്നതിനെ ആമേൻ പ്രാപിച്ച ദൈവകൃപ കൈകാര്യം ചെയ്തു. അതെ, നീ അറിയാതെ നിന്റെ നേരെ വരുന്ന ചില പ്രതികൂലങ്ങൾ, അത് ആഭിചാരമായിക്കൊള്ളട്ടെ, അത് മന്ത്രവാദമായിക്കൊള്ളട്ടെ, അത് ശുദ്രപ്രയോഗമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗം അതിനെ കൈകാര്യം ചെയ്യും. പക്ഷേ ദൈവം നിന്റെ മുമ്പിൽ കാടി, ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഇതിങ്ങനെ വരുന്നുണ്ട്. അവിടെ നിന്റെ ഉഴപ്പ് പറ്റത്തില്ല കുഞ്ഞേ. ഉപവസിക്കേണ്ട വിഷയം ഉപവസിക്കണം. നെടുമ്പാട് വീഴേണ്ട വിഷയം നെടുമ്പാട് വീണ് കരഞ്ഞതിൻ്റെ വിടുതലെടുത്തിട്ട് എഴുതേക്കാവും. വളരെ വ്യക്തമായിട്ട് ആരോടൊക്കെ ദൈവാത്മ ദൂത് പറയുക. അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവസാന്നിധ്യത്തിനകത്തേക്ക് നീ കയറണം. ഇന്നലെ കഴിയുമെങ്കിൽ നിന്നെ കൊല്ലാൻ 20 വർഷത്തെ പകയുമായിട്ട് വരുന്ന ഏശാവ്
ആലിംഗനം ചെയ്തിട്ട് തിരിച്ചു പോകും. ആലിംഗനം ചെയ്തിട്ട് തിരിച്ചു പോകും. കണ്ണടയ്ക്കാമോ? ഈ ദൂതിൻ്റെ മുമ്പിൽ ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? എൻ്റെ ലൈഫിനകത്ത് ഇത് സംഭവിക്കട്ടെന്ന് പറഞ്ഞു തുടങ്ങിയത് സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്നുള്ള നെഹമ്യാവിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് കർത്താവ് സംസാരിച്ചത് ഈ ദൈവവചന ഭാഗമാണ്. നാളെ നമ്മൾ വീണ്ടും നെഹമ്യാവിൻ്റെ ഭാഗം സംസാരിക്കും. കണ്ണടയ്ക്കാം. ഈ ദൂതിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചേ. അതേ കർത്താവെ, പുറകിലൂടെ വരുന്നതിനെ എത്രയോ വട്ടം അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുമ്പിലൂടെ അങ്ങ് കാണിച്ചു തരുന്നതിനെ എനിക്ക് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാകുന്നവർ എന്നോട് ചേർന്നൊന്ന് മുട്ടുകുത്തിക്കോ. ഒരു അത്ഭുതം ഇന്ന് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കും. ഒരു അത്ഭുതം ഇന്ന് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കും. ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. എതിരേറ്റ് വരുന്നു, 400 പേര് എതിരേറ്റ് വരുന്നു എന്ന് പറഞ്ഞ് നീ വാനിക്കുന്നു ആവണ്ട. നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നിനക്ക് വേണ്ടി സദാ സന്നദ്ധരായി നിൽക്കുന്ന ദൂതന്മാരെ ദൈവം നിയോഗിക്കും. സ്വർഗമാത് ചെയ്യുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവവരങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഈ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഗടമക്കളിൽ പലരും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെ തൊട്ടുണർത്തി ദൈവാത്മാവ് സംസാരിച്ചല്ലോ. വളരെ ഗൗരവത്തോടെ ഈ ദൂത് എന്നോടൊപ്പം കേൾക്കുന്നവരുണ്ട്. ഈ ദൂതിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്നവരോട് ദൈവം കരുണ തോന്നണമേ. ഒരു മൽപ്പിടുത്തം നടത്താൻ തയ്യാറാകുന്നവർക്ക് അഡ്രസ്സിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിനകത്തോട്ട് ദൈവം കയറ്റണമേ. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. ഒരു അത്ഭുതം നീ കാണും കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.